നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം. ഞാൻ കയ്യിൽ വെച്ച് കാണിച്ചാലാടാ, കണ്ടാ ഇത്രയും ഉണ്ടെന്ന് കിട്ടാം. നമ്മൾ സ്ഥിരമായിട്ട് ചൂണ്ട ഉപയോഗിക്കണ പോൾ റോഡ് തന്നെയാടാ, കണ്ടാ. അയ്യോ കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. അത് കാരണം ചൂണ്ട ഇടാനേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിചാരിച്ച സ്ഥലത്ത് പോയി കിടക്കാൻ. പിന്നെ ചെറിയ ചൂണ്ട, അതായത് ചെറിയ പോൾ റോഡായ കാരണം കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഓ എന്നിട്ട് ഫസ്റ്റിനെ വന്ന് പെട്ടുണ്ട്, എന്നിട്ട് അടിപൊളി സാധനം വന്ന് പെട്ടേനാ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തീറ്റ വെറും ബ്രെഡ് ഇടാം. ഒരു ബ്രെഡ് വെച്ചിട്ടാണ്. ബ്രെഡ് നോക്കിയത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇടാം. ഇനി കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക. ബ്രെഡിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട്. തെളിച്ചിട്ട് നോക്കിയാൽ ഇങ്ങനെ കുഴച്ചെടുക്കുക ചെയ്യുന്നേട്ടാ. പിന്നെ ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. സ്വല്പം വെള്ളം, കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കണ്ട. പിന്നെ ഒരു ഉണ്ടാക്കി കിട്ടും ഇങ്ങനെ. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ പീസുകൾ ഇട്ട് കൊടുക്കുക ചെയ്യാട്ടോ, അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട്. ഇത്രയോടെ പരിപാടി ഫ്രണ്ട്സ്. തീറ്റ സെറ്റായി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം തീറ്റ. സൂപ്പർ തീറ്റടാ. ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. നമ്മുടെ തീറ്റ നോക്കിയത് ഇങ്ങനെ ഒരു ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഉണ്ട പിടിച്ചെടുത്തിട്ടുണ്ട് കണ്ടാ. എന്നിട്ട് നോക്കിയാൽ ഹുക്കിൽ വെച്ച് കൊടുക്കുക തീന. നമ്മുടെ വളരെ ചെറിയ ഹുക്കാട്ടത്. ഹുക്കിൻ്റെ സൈസ് 1. ഹുക്കിൻ്റെ തുമ്പത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു. നമ്മൾ സ്ഥിരമായിട്ട് ചൂണ്ട ഉപയോഗിക്കണ പോൾ റോഡ് തന്നെയാടാ, കണ്ടാ. അയ്യോ കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. അത് കാരണം ചൂണ്ട ഇടാനേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിചാരിച്ച സ്ഥലത്ത് പോയി കിടക്കാൻ. പിന്നെ ചെറിയ ചൂണ്ട, അതായത് ചെറിയ പോൾ റോഡായ കാരണം കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഓ എന്നിട്ട് ഫസ്റ്റിനെ വന്ന് പെട്ടുണ്ട്, എന്നിട്ട് അടിപൊളി സാധനം വന്ന് പെട്ടേനാ. എന്തൊരു സാധനം? കഡു. ആദ്യം തന്നെ കഡു വന്ന് പെട്ട ഫ്രണ്ട്സ്. കഡുവിന് നമുക്ക് വേണ്ട. ഇവിടെ ചൂണ്ട കഡു തന്നെയായിരുന്ന. കഡു നമ്മൾ ഒരുപാട് പിടിച്ചല്ലേ. നോക്കിയൊരു സൂപ്പർ കഡു കിട്ടീൻ്റെ. സൂപ്പർ കഡു. ഇപ്പോൾ പിന്നെ ഊരിടുക്കട്ടാ, കൈമ കൊള്ളാണ്ട്. അടിപൊളി കഡു കേട്ടോ. നമ്മളതിന് ഊരി എടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഇതിൻ്റെ കൊമ്പ് വേണ്ട, കൊമ്പ് ഇവിടെയാണ് കൊമ്പ് വരിക. അത് ഞാൻ ഒടിച്ച് കളഞ്ഞു. ഞാൻ കൈമ കുത്തി കഴിഞ്ഞാൽ ഭയങ്കര കട്ടച്ചലും കൈ നീരൊക്കെ വരും. ഒരു അടിപൊളി കഡു നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് കേട്ടോ. അടുത്ത് തന്നു ഫ്രണ്ട്സ്. അടുത്ത് കഡുകൾ. രണ്ടാമത്തെ കഡു കേട്ടോ. കുറച്ച് ദിവസം ചൂണ്ടാൻ വരണ്ടായിരുന്നില്ല. അപ്പോൾ കഡുകളൊന്ന് സെറ്റായി നിന്നുകൊണ്ട് ഇവിടെ നമ്മളിവിടുത്തെ ചണ്ടിക മാറ്റിയിട്ടേ നല്ല ഇരുന്നതാ. അപ്പോൾ പെട്ടെന്ന് 2 കഡുവായി കിട്ടുന്നു. രണ്ടാമത്തെ ഏടാ കുറച്ച് ചെറുതാണ്. നേരത്തെ ഇത് കുറച്ച് നല്ല വലിപ്പമുള്ളതായിരുന്നു. അപ്പോൾ കഡു ചായ ടേസ്റ്റാണ് ഫ്രണ്ട്സ്. വാർത്ത് പടയ്ക്കാൻ വേണ്ടിയില്ലേ സൂപ്പർ സാധനം. ഓ കിട്ടി, പണി കിട്ടിയിട്ടാ. ചെമ്പട പണി കിട്ടി. കളിച്ച് കണ്ട ആദ്യം കട്ടച്ചല്ല ഫ്രണ്ട്സ്. കഡുവിൻ്റെ കാര്യം പറഞ്ഞിരുന്നിരുന്നേ കുത്ത് കിട്ടിയിട്ടാ, കണ്ട ബ്ലഡ് വരണണ്ട. ചെറിയൊരു കുത്ത് കിട്ടി, കുഴപ്പമില്ലാത്തൊരു കുത്താ. നല്ല കട്ടച്ചലുണ്ട്. അത് ചെറിയ വരില്ലമ്മ. ചണ്ടകേ നിറച്ച് ചണ്ടേ ഫ്രണ്ട്സ്. ഇടയ്ക്ക് വീണ്ടും വന്നിട്ടേ കാറ്റ് തോന്നിട്ടേ ചണ്ടകേനെ എടുത്ത് കളയാടാ. ചണ്ടെടുത്ത് കളഞ്ഞിട്ട് വേണം ചൂണ്ടണേ. കാറ്റുള്ള കാരണേ നമ്മളെടുത്ത് കളഞ്ഞാലും വീണ്ടും പിടിക്ക് വരും. അടിയിൽ നിറച്ച് ചണ്ടികളുണ്ട്. വാടാ അയ്യോ വന്നാ നോക്ക്. വലിയ വീറ്റ പോലെ വന്ന് കൊത്തിയ വളരെ ചെറിയൊരു കൂരി.
വളരെ ചെറിയ കൂരിട്ടാ, നമുക്കിങ്ങനെ വേണ്ട, നമ്മൾ ഊരി അങ്ങോട്ട് വിടാണ്. മെല്ലെ ഊരി എടുക്കാം. വലിപ്പുള്ളത് പറ്റാം, വലിപ്പുള്ളത് വന്നാൽ വറുത്ത് പിടയാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓ കയ്യുമെന്ന് പോണില്ലല്ലോ. വന്നു എന്നിട്ട് വീണ്ടും കൂരി തന്നെ, വളരെ ചെറിയ കൂരിയാണ്, അത് കാരണം പെട്ടെന്ന് കിട്ടാത്തത്. ചെറുവ കൂരികളാണ് ഫ്രണ്ട്സ്. വലിപ്പമുള്ള കൂരികൾ വരട്ടെ. വലിപ്പമുള്ള ഒരു പാടാ, വലിപ്പമുള്ള കൂരികൾ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് വറക്കാൻ. ആയിരിക്കണിടാം. കൂരിന്നെ വളരെ ചെറിയ കൂരിയ. അയ്യോ ഇത്ര ചെറുത് കിട്ടിയിട്ട് നമുക്ക് കാര്യന്നേ. കട്ടിയാൻ വരെ പറ്റില്ല വറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ കൂരിയുടെ കൊമ്പ് കൂടി കയറുമ്പോ കടുവിൻ്റെ കയറി ഒരു പരിവായി. കൈയുണ്ടവര് അത് വളരെ ചെറുതാട്ടാ, കുറച്ചുകൂടി വലിപ്പുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പെട്ടു ഫ്രണ്ട്സ്. അടിപ്പരൽ ഒരെണ്ണം വന്നു. അടിപ്പരൽ ഒരെണ്ണം വന്നു കേട്ടാ. അത്യാവശ്യം നല്ല പരല. കൂരി വീട്ടു. ഇത് എത്ര കുറേ ഫ്രണ്ട്സ് കൂരികൾ, കൂരികളൊന്നും പെടുന്നത്. അയ്യോ കുറേ ആയി. കുറേന്ന് പറഞ്ഞാൽ കുറേ ഒരു കളയാ. വലിപ്പം ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ വറക്കാനായിട്ട്. വലിപ്പം വയ്ക്കട്ടെ. വന്നു അടുത്തു. അയ്യോ പോയി ഫ്രണ്ട്സ്. നല്ല വലിപ്പമുള്ള കടുവായിരുന്നു. പോയി അനേ കടുവന്ന് മനസ്സിലായില്ല എനിക്ക്. ഞാൻ ചെറിയ മീനുകളാവുന്ന വെച്ചിട്ട് കൂരയ്ക്കാവുന്ന വെച്ചിട്ടാടാ ഞാൻ അങ്ങനെ വലിച്ച. പക്ഷെ അത് കടുവായിരുന്നു. പെട്ടു. അടിപ്പരലാണ് പെട്ടത്.
വാടാ അടുത്തത് വാടാ അടുത്ത് വന്ന് അടുത്ത് അടിപ്പരൽ വേഗം വേഗേ പിടിച്ച് വയ്ക്കും നല്ലത്, അല്ലെങ്കിൽ ഊരിപ്പോവും. പൊട്ടിപ്പൊളിന്നിട്ടോ പോവാലി അത് വലിപ്പോ ഫ്രണ്ട്സ്, ഭയങ്കര വലിപ്പോ. ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് കാണിച്ചാടാ. അയ്യോ ഊരിപ്പോലെ എൻ്റെ പൊന്നെ നോക്കി ഫ്രണ്ട്സ്, ചാതി വലിപ്പാട്ടാ. ആദ്യ വലിപ്പെന്ന് പറഞ്ഞാൽ ആദ്യ വലിപ്പാ. എന്തിട്ട് പോവാതിൻ്റെ വലിപ്പം വലുത് വേണ്ടെന്ന് പറഞ്ഞാ നല്ല വലിപ്പമുള്ള പോവാലിട്ടാ. പെട്ട സാധനം വായ കണ്ട എന്താ വലിപ്പം. എന്താ ഫ്രണ്ട്സ്, നല്ല വലിപ്പം ഉണ്ടായിരുന്നു. നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം. ഞാൻ കയ്യിൽ വെച്ച് കാണിച്ചാടാ, കണ്ടാ ഇത്രയും ഉണ്ടെന്ന് കിട്ടാം. സൂപ്പർ പൂവാലിയാണ് കേട്ടാ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കിട്ടിയ മീനാട്ടത്. 2 കടു, കുറച്ച് പരലുകൾ, പിന്നെ ആ നല്ല വലിപ്പമുള്ള പൂവാലി. കുറേ മീനൊന്നും കിട്ടിയിട്ടില്ല, മീൻ കിട്ടൽ കുറച്ച് കുറവാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.